ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ ജോലി. അങ്ങനെ ഇന്നും വൈകിട്ട് അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണ്. ആദ്യം തന്നെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം അടുക്കി പറക്കി അങ്ങ് വെച്ചു. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴച്ചും വെച്ചു. നാളെ അപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി കഴുകി വെള്ളത്തിലിട്ടു. അനീഷേട്ടനാണ് രാവിലെ കാപ്പിക്കുള്ളത് ഉണ്ടാക്കുന്നത്. ഇനി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തപ്പോഴാണ് രാവിലെ വാങ്ങിയ മീൻ ഇരിക്കുന്നത് കണ്ടത്. പിന്നെ അതെടുത്ത് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചിട്ടാണ് ചായക്ക് പാവിച്ചത്. ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ചായയുടെ കൂടെ കഴിക്കാനൊന്നുമില്ലെന്ന് ഓർത്തത്. പിന്നെ കുറച്ച് അവലിരുന്നത് കൂടെ അങ്ങ് നനച്ചു. അങ്ങനെ ചായ അവലും കഴിച്ചിട്ടാണ് മീൻ വെട്ടാൻ പോയത്. അങ്ങനെ മീനെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് കുറച്ച് വറുക്കാനായിട്ടും കുറച്ച് പച്ചക്കറി വെക്കാനായിട്ടും എടുത്ത് കറി വെക്കാനുള്ളതങ്ങ് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചു. എന്നിട്ട് വറക്കാനുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് പിരട്ടി അങ്ങ് മാറ്റി വെച്ചു. ഇനി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി മാവ് ഓരോ ഉരുളകാക്കി വെച്ചിട്ട് മീൻ വറക്കാൻ അങ്ങ് ഇട്ടു. പിന്നെ ചപ്പാത്തി എല്ലാം പരത്തി എടുത്തപ്പോഴേക്കും മീനും റെഡിയായി. പിന്നെ ചപ്പാത്തിയും കൂടെ അങ്ങ് ഉണ്ടാക്കി. പച്ചരിയും തേങ്ങായും ചോറും കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് മിക്സിയിൽ അരി അരയ്ക്കാൻ വെച്ചപ്പോഴേക്കും അനീഷേട്ടനെത്തി. പിന്നെ ആ പണി അനീഷേട്ടനെ അങ്ങ് ഏൽപ്പിച്ചു. അങ്ങനെ ജോലിയെല്ലാം തീർത്തിട്ടാണ് കുളിക്കാൻ പോയത്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ചപ്പാത്തിയും സാമ്പാറും വറുത്ത മീനും കൂടി ഒരു പിടി പിടിച്ചത്. പിന്നെ കൊണ്ടുപോകാനുള്ള കുപ്പിയെ വെള്ളവും കൂടി നിറച്ച് അടുക്കളയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിറങ്ങി. സമേതമാണ് എന്നെ കൊണ്ടുവിടാൻ വരുന്നത്. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ വിട്ടേച്ച് ടാറ്റായും ഗുഡ് നൈറ്റും പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.